വാർത്തകൾ വിശദമായി. റഷ്യ ആണവായുധ നയം മാറ്റിയതിന് പിന്നാലെ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി യൂറോപ്യൻ രാജ്യങ്ങൾ. പല നാറ്റോ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് യുദ്ധ സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. യുദ്ധത്തിന് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ലഘുലേഖകൾ നാറ്റോ അംഗരാജ്യങ്ങൾ പൗരന്മാർക്ക് വിതരണം ചെയ്തതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആണവായുധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭയത്തിനിടയിൽ സ്വീഡൻ തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിതരായിരിക്കണമെന്ന് ലഘുലേഖകളിൽ മുന്നറിയിപ്പ് നൽകിയതായി UK മിറർ റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇത് 5ാം തവണ മാത്രമാണ് സ്വീഡൻ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ലഘുലേഖ എല്ലാ സ്വീഡിഷ് കുടുംബങ്ങൾക്കും അയച്ചിട്ടുണ്ട്. യുദ്ധം ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപദേശിക്കുന്ന ലഘുലേഖകൾ നോർവേ പുറത്തിറക്കി. ആണവാക്രമണം ഉൾപ്പെടെ 3 ദിവസത്തെ അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഉണങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ, വെള്ളം, മരുന്നുകൾ എന്നിവ സംഭരിക്കാൻ ഡെൻമാർക്ക് തങ്ങളുടെ പൗരന്മാർക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ഫിൻലാൻഡും പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ലെന്ന സൂചന നൽകി. പുതുക്കിയ ആണവ നയരേഖയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൊവ്വാഴ്ച ഒപ്പുവെച്ചിരുന്നു. യുദ്ധം 1001 ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിലായിരുന്നു റഷ്യയുടെ നിർണായക തീരുമാനം. ആണവായുധ ശേഷിയില്ലാത്ത ഒരു രാജ്യം ആണവശക്തിയുള്ള മറ്റൊരു രാജ്യത്തിന്റെ പിന്തുണയോടെ റഷ്യയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കും. സുപ്രധാനമായ അത്തരം ആക്രമണങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നും ഉത്തരവിൽ പറയുന്നു. റഷ്യൻ മണ്ണിൽ US നിർമ്മിത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈനെ അനുമതി നൽകിയതിനു പിന്നാലെയാണ് പുടിൻ നയത്തിൽ ഒപ്പിട്ടത്. ആണവശേഷി ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് കൂടുതൽ അധികാരം നൽകുന്ന നയം US അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ശക്തമായ താക്കീത് കൂടിയാണ്.